ഇസ്ലാമിന്റെ രീതിയല്ലാതെ പഹൽഗാമിൽ എന്താ സംഭവിച്ചെന്ന് പറയും. പള്ളിയിൽ ബോംബ് വെക്കുന്ന ഇസ്ലാമിന്റെ രീതിയല്ല. മുഹമ്മദ് നബിയുടെ കയ്യിൽ ബോംബില്ലാതെ പോയി, അല്ലെങ്കിൽ വെച്ചാണ്. വിശ്വസിക്കാത്ത ഒരുത്തനാണത്. അപ്പൊ മുഹമ്മദ് നബി എന്തിനാ കഅബയിലെ വിഗ്രഹങ്ങൾ തല്ലിപ്പൊട്ടിച്ചേ? എങ്ങനെ കഅബയിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ എന്തിനാ മുഹമ്മദ് നബി തല്ലിപ്പൊട്ടിച്ചത്? ആ സമയത്ത് തല്ലി പൊട്ടിച്ചോ ഇല്ല? ആദ്യം പറയും, തല്ലി പൊട്ടിച്ചോ ഇല്ലേ? തല്ലി പൊട്ടിച്ചോ? മുഹമ്മദ് നബി പൊട്ടിച്ചോ? മുഹമ്മദ് നബി ആ സമയത്ത് നിങ്ങൾ ഹദീസിലുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഹദീസ് മാത്രം നിങ്ങൾ എടുത്തിട്ട് ഹദീസ് മാത്രം എടുക്കാന്ന് ഹദീസ് എടുക്കണ്ടേ? എല്ലാ ആയത്തും നിങ്ങൾക്ക് മൂസാ നബിയെ പറ്റിയിട്ട് നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയും. കോയ ചോദിച്ചതിന് തല്ലി പൊട്ടിച്ചിട്ടുണ്ടോ ഇല്ലേ? ഇന്നത്തെ മുഹമ്മദ് ഈ വിഗ്രഹങ്ങൾ തല്ലി പൊട്ടിച്ചിട്ടുണ്ടോ ഇല്ലേ? നമ്മളവിടെ കണ്ടിട്ടില്ല. ഹദീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ ഹദീസിലുള്ളത് നിങ്ങൾ എടുക്കൂലേ? അപ്പൊ ആ കാലഘട്ടത്തിൽ അത് പൊട്ടിച്ചോ? അപ്പൊ വിഗ്രഹങ്ങൾ തല്ലി പൊട്ടിക്കണത് തോന്നിയാസാണെന്നല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞേ? നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞത് ഈ പള്ളിയിൽ ബോംബ് വെക്കുക, മറ്റു മതങ്ങൾ ഇതേപോലെ ചെയ്യുക, ഇതൊക്കെ തെണ്ടിത്തരാണ്, അതൊക്കെ ഞാൻ ചെയ്യുന്നു, ലിയാക്കത്ത് ചെയ്യുന്നു, വളരെ മോശമാണെന്ന് പറഞ്ഞു. പക്ഷെ മുഹമ്മദ് നബി നിലവിളിച്ചോണ്ടൊന്നും കാര്യമില്ല. കോയ കേൾക്ക്, ഞാൻ ഹദീസ് വായിക്കാം. ദ പ്രോഫറ്റ് എന്റർഡ് മെക്ക അറ്റ് ദ ടൈം മെക്ക and at that time there were 360 idols. അതായത് മക്കയിൽ അന്ന് കയറുന്ന സമയത്ത് അവിടെ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. Around the Kaaba he started stabbing the idols with a stick he had in his hand and reciting truth has come and falsehood has vanished എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഗ്രഹങ്ങളെ ഈ പറയുന്ന വടി ഉപയോഗിച്ചുകൊണ്ട് തല്ലി പൊട്ടിച്ചു. എന്നിട്ട് വേറെ ഹദീസുകളുണ്ട്, അതിനകത്ത് പറയുന്നതാണ് രണ്ടെണ്ണത്തിന് പൊട്ടിച്ചു, അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ മോശമാണ്, തെണ്ടിത്തരാണ് എന്നുണ്ടെങ്കിൽ